ഹലോ ആവേ മറിയ. പലരും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, കൃപാസനത്തിൽ എങ്ങനെ എത്തും, അല്ലെങ്കിൽ കൃപാസനത്തിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ എന്താണ്, ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ്, അച്ഛനെ കാണാൻ പറ്റുമോ, മാതാവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാതാവിൻ്റെ ആ മുന്നിൽ ചെന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, അവിടെ അടുത്താണോ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കാര്യം ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അധികം അറിയത്തില്ല. അപ്പം ഞാനതിനൊക്കെ ഉത്തരം കൊടുക്കാറുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഉത്തരങ്ങളോട് കൂടിയ ഒരു വീഡിയോയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൃപാസനത്തിൻ്റെ തൊട്ട് മുന്നിലാണ്. നമ്മളങ്ങോട്ട് കൃപാസനത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇത് ഇൻഫോർമേഷൻ സെൻ്ററുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് പള്ളിയിൽ അവിടം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തോട്ട് കയറുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ ഈ ഒരു പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ പള്ളിയിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വർഷത്തിലൊരിക്കൽ നടത്തുമ്പോഴാണ് നമ്മൾ ഇത് കണക്കുള്ള ആൾക്കാരെ കാണുന്നത്. പക്ഷേ കൃപാസനം പള്ളിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നും ഒരു കുറവുമില്ലാതെ ഇത്രയും വിശ്വാസികളും മറ്റുള്ളവരുമൊക്കെ വന്ന് അവിടെ എന്തൊരു ബഹളമാണ്, അവിടെ എന്തൊരു പെരളിയാണ്. പക്ഷേ ഇതെല്ലാം ഒരു കൺട്രോളിങ്ങിൽ ആയതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്കൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ചെല്ലുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് അവിടുത്തെ നമ്മുടെ ഉടമ്പടി എടുത്തിട്ട് നമുക്ക് പോരാൻ കഴിയും. പ്രത്യേകിച്ച് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ, ഈ കാണുന്ന ക്യൂ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ്. അപ്പം നിങ്ങൾ എത്രയും രാവിലെ ചെന്ന് നിൽക്കുന്നോ ആ ഒരു സമയത്ത് നമുക്ക് ക്യൂവിൽ ഫ്രണ്ടിൽ നിൽക്കുവാനും അച്ഛനെ കാണുവാനും സാധിക്കും. അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ അല്ലായിരിക്കും, ഏതെങ്കിലും ഒരു അച്ഛൻ അതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ തയ്യാറായിരിക്കും. മിക്കപ്പോഴും ജോസഫച്ചൻ ഈ ക്യൂവിൽ നിൽക്കുന്നവരെ പ്രത്യേകം കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഏറ്റവും നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്രയും അതിരാവിലെ നമ്മൾ കൃപാസനത്തിൽ എത്തുന്നു അത്രയും നേരത്തെ നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് പോരാൻ പറ്റും. നമ്മൾ ഇച്ചിരി താമസിച്ച് പോയെങ്കിൽ പിന്നെ അവിടെ ഷിഫ്റ്റ് അനുസരിച്ച് ഈ ഉടമ്പടിയുടെ കാര്യങ്ങളും ഉടമ്പടി പുതുക്കുന്ന കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ഷിഫ്റ്റിലോ മൂന്നാമത്തെ ഷിഫ്റ്റിലേക്കോ നമ്മൾ സമയം പോയി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു പോരാനായിട്ട് അത്രയും ഒരു സമയം അവിടെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ അച്ഛനെ കാണാനുള്ള ആ ഒരു ക്യൂവിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ കാണും നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള ടോക്കൺ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം അതിനുള്ള ടോക്കൺ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം 2-3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ടോക്കൺ കിട്ടുവാനുള്ള അല്ലെങ്കിൽ എടുക്കുവാനുള്ള ഒരു ക്യൂ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ടോക്കൺ എടുക്കാം. ടോക്കൺ കിട്ടി എത്രയും പെട്ടെന്ന് നമ്മളിപ്പോൾ ഉടമ്പടി എടുക്കാൻ ചെന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ടോക്കൺ എടുക്കുക എന്നുള്ളതാണ്. ആ ടോക്കൻ്റെ നമ്പർ അനുസരിച്ചാണ് നമ്മുടെ ടൈം നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ടോക്കൺ അനുസരിച്ച് ഇത്രയും നമ്പർ വരെയുള്ള ആൾക്കാരെയാണ് അവിടെ ഇതിന് വേണ്ടിയിട്ട് ഉടമ്പടിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിനൊക്കെ ആയിട്ട് ഇരുത്തുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് ചെല്ലുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യം കഴിഞ്ഞ് പോരാൻ പറ്റും. നിങ്ങൾ നോക്കി എന്തുമാത്രം ആൾക്കാരാണ് ഇത്. ഒരു ദിവസത്തെ അല്ല, ആണ്ടിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒന്നും നടത്തുന്നതല്ല. ഇത് എന്നും കൃപാസനത്തിൽ എന്നും 2-3 ഷിഫ്റ്റും വെച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യം അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെ ഈ രണ്ടാമത്തെ ഈ കാണുന്നത് ഇവിടെ പുതിയ ഉടമ്പടി ടോക്കൺ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ ക്യൂവിൽ നിന്ന് എത്രയും പെട്ടെന്ന് ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ പിന്നെ പള്ളിയിൽ പോയിരിക്കുക. അതായത് ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് അപ്പോൾ അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര നമ്പർ തൊട്ട് ഇത്ര നമ്പർ വരെയുള്ളവർ
ക്ലാസ്സിൽ പോകുവാൻ വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉടമ്പടി കിട്ടുന്നതിന് മുന്നേ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഉടമ്പടി, നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ ആ ഒരു ഉടമ്പടി പേപ്പറിൽ എഴുതി മാതാവിന് സമർപ്പിക്കാനായിട്ട് ആ ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ടോക്കൺ നമ്പർ ഇത്ര തൊട്ട് ഇത്ര വരെയുള്ളവർ നിങ്ങൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലണമെന്ന് പറയും. അപ്പോൾ അവിടെ ആൾക്കാർ നിന്നുകൊണ്ട് നമ്മളെ ആ ക്ലാസ്സിലേക്ക് വിടുന്ന ഒരു സിറ്റുവേഷനായത്. ഈ ക്യൂ എല്ലാം കഴിഞ്ഞ് ഈ ക്യൂവിൽ നിന്ന് ടോക്കൺ എടുത്തിട്ട് നമ്മൾ പള്ളിയിൽ പോയി ഇരിക്കുക. നമ്മുടെ ടോക്കൺ നമ്പർ നമ്മൾ നോക്കുക. ആ ടോക്കൺ നമ്പർ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് അനൗൺസ്മെൻറ്റ് കിട്ടും.